ചില ടെസ്റ്റ് എന്ന് പറഞ്ഞ ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നതാണ്. കുഷ്ഠരോഗികൾക്ക് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ യഹൂദരുടെ നിയമം അനുസരിച്ച് പബ്ലിക് പ്ലേസുകളിൽ വരാനായിട്ടുള്ള ഒരു അനുവാദമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുഷ്ഠരോഗി നമ്മൾ കാണുന്നുണ്ട്, ഈശോ വരുന്ന സമയത്ത് പബ്ലിക്കായി തന്നെ ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഈശോയുടെ ഏറ്റവും അടുത്ത് എന്നിട്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും. ഈ കുഷ്ഠരോഗി എല്ലാവരിൽ നിന്നും ഒരു അകലം പാലിച്ച് നിൽക്കണം എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചുണ്ടായിരുന്ന യഹൂദരുടെ നിയമം ഇതായിരുന്നു. പക്ഷെ ഈ കുഷ്ഠരോഗി ആ നിയമം തെറ്റിക്കുന്നു, ഈശോയുടെ അടുത്തേക്ക് വരുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എളിമയോട് കൂടിയിട്ട് ഈശോയുടെ അടുത്തേക്ക് വരികയാണ്. ഈശോയുടെ ഒരു ശക്തിയിൽ ഈ കുഷ്ഠരോഗി സമ്പൂർണ്ണമായിട്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. അതായത് ദൈവവുമായിട്ടുള്ള ഒരു അകലം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈശോയുടെ ഏറ്റവും അടുത്ത് ചെന്ന് എളിമയോടെ ഈശോയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതം തുറന്നു വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ചതുപോലെ തന്നെ എന്നെയും ശുദ്ധനാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് എളിമയോടെ ഈശോയുടെ ഏറ്റവും അടുത്ത് ചെന്ന് എളിമയോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്